സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. ജബ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ 32ാം വാർഷികം 2 ദിവസങ്ങളിലായി നടന്നു. ആദ്യ ദിനം പുന്നോൾ സംഗീത കലാകേന്ദ്രത്തിൽ 15ഓളം വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. സംഗീതാചാര്യൻ യു ജയൻ മാസ്റ്റർ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വടകര ടൗൺഹാളിൽ നടന്ന 2ാം ദിവസത്തെ വാർഷികാഘോഷ ചടങ്ങ് സംഗീത കുലപതി കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 25ഓളം വിദ്യാർത്ഥികൾ സംഗീതാചാര്യൻ യു ജയൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ത്യാഗരാജ പഞ്ചരത്ന കീർത്തനം ആലപിച്ചു. ഞാനൊക്കെ സംഗീതം ഒന്നും പഠിക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ അതിപ്രശസ്തനായിട്ടുള്ളൊരു സംഗീതജ്ഞനായിരുന്നു. ഞാനൊക്കെ പണ്ട് ഓലപ്പുരയിൽ താമസിക്കുന്ന സമയത്ത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏപ്രിൽ മെയ് മാസം സമയത്തൊക്കെ ഓല ഒക്കെ പാറിപ്പോവും, പുല്ലൊക്കെ പാറിപ്പോവും, കഴുക്കൂല് മാത്രമേ ഉണ്ടാവൂ. രാത്രിയൊന്നും നമുക്ക് കറണ്ടില്ല, ഇതൊന്നുമില്ല, ചിമ്മണിക്കൂടാന്ന് കത്തിക്കല്. അപ്പോൾ കത്തിക്കേണ്ടി വരില്ല, കാരണം ലാവ് നല്ല വെളിച്ചം ഉണ്ടാവും. കാരണം ഒന്നുമില്ല, പുല്ലുമില്ല, ഓലയില്ല, ഒന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ കൊളുത്തെന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിക്കാന്ന് കൊളുത്തെന്ന് പറയാം. രാവിലെ ഈ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ പാമ്പിൻ്റെ പാലും തവളയുടെ കാലൊക്കെ വീണ് എടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പരന്ത് കാക്കയൊക്കെ ഈ പുരയുടെ മേലെ വന്നിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇതിൽ കഴിച്ചു കൂട്ടിയിട്ട് വേസ്റ്റ് അവിടെ തന്നെ ഇട്ടിട്ട് അവരങ്ങ് പോകും. ഇത് വെയിലത്ത് ഉണങ്ങിയിട്ട് കാറ്റത്ത് പാറിയിട്ട് നമ്മൾ കഴിക്കുന്ന പാത്രത്തിൽ വീണ് എത്രയോ അനുഭവങ്ങളുണ്ട്. എനിക്ക് ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ പോറ്റി വളർത്തിയ അച്ഛൻ്റെ പ്രയാസങ്ങൾ, മൈലുകളോളം നടന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങി സംഗീതം പഠിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് നമ്മൾ എന്നൊക്കെ പോയിട്ടിരിക്കുന്നത്. 5 മണിക്ക് എഴുന്നേറ്റിട്ട് അച്ഛനും അമ്മയും നമ്മളെന്താണ് പറയുന്നത്, എങ്ങനെയാടോ റേഷൻ വാങ്ങിക്കുക, 10 പൈസ കൈമിലില്ലല്ലോ, എന്താ ചെയ്യുക? അപ്പം അച്ഛൻ പറയും, അമ്മയോട് പറയും, എന്താ ചെയ്യുക, എൻ്റെ ചെറിയൊരു മോതിരമുണ്ട്, അത് നമുക്ക് ബാങ്കിൽ പണയം വെച്ചിട്ട് പൈസ ഉണ്ടാക്കാം. വേണ്ട, നിങ്ങളത് ചെയ്യണ്ട, എൻ്റെ കമ്മലിട്ടോ, ഒരു പഴയ കമ്മൽ. ഇതൊക്കെ ഞാൻ ആ സമയത്ത് ഉറക്കം ഞെട്ടിയിട്ട് അറിയും. ഞാൻ കരഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെ. അങ്ങനെ കഷ്ടപ്പെട്ട് 10ാം ക്ലാസ്സോടുകൂടെ പാസ്സായതിന് ശേഷം സംഗീതം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ കാഞ്ഞങ്ങാടേക്ക് പറിച്ച് നടപ്പെടുന്നത്. എന്നോട് മ്യൂസിക് അക്കാഡമിയിൽ ചേർന്നാൽ മതി എന്നാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, വേണ്ട, സംഗീതത്തോടുള്ള വെറുപ്പല്ല, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി നേടണം, ഒരു ഡോക്ടറാവണം എന്ന അമിതമായിട്ടുള്ള ആഗ്രഹമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അങ്ങനെ എന്നോട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുന്ന, നീ കോളേജ് ചേർന്നോ. എനിക്ക് എളുപ്പം സർ സെയ്ദ് കോളേജ് തളിപ്പറമ്പ്, അല്ലെങ്കിൽ SM കോളേജ് കണ്ണൂർ, അല്ലെങ്കിൽ പയ്യന്നൂർ കോളേജാണ് എളുപ്പം. വീട്ടിൽ നിന്ന് അത്രയും ദൂരമുള്ളൂ. ഞാൻ കാഞ്ഞങ്ങാടേക്ക് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, എല്ലാ ദിവസവും കോളേജിൽ നിന്ന് വന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞ് വീണ്ടും പാട്ട് പാടാൻ വേണ്ടി രാവിലെ സാധനം ചെയ്യാൻ വേണ്ടി പറയും. ഇതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, വീണ്ടും പാട്ടിലേക്ക് എൻ്റെ വീണ പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് അച്ഛൻ പഠിപ്പിക്കുന്ന ഓരോ ശിഷ്യന്മാരുടെ വീട്ടിലും ഓരോ ദിവസം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി നിന്നിട്ടാണ് ഞാൻ കോളേജിൽ പഠിച്ചത്. എൻ്റെ ഒരു ആത്മസുഹൃത്തുണ്ട്, ശ്യാമളാലയം പപ്പൻ. നല്ല സംവിധായകനാണ്, സിനിമാ സംവിധായകനാണ്, നാടക നടനാണ്, ഒക്കെയാണ്. നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ്. ബസ്സിന് കാത്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തൊക്കെ എന്തെങ്കിലും മൂളിപ്പാട്ട് അറിയാണ്ട് പാടിപ്പോയാൽ എന്നോട് ചോദിക്കും, എടാ നീ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ, നീ എന്തിനാ ഇത് ഒഴിപ്പിച്ച് വെക്കുന്നു? അപ്പം ഞാൻ എന്തെങ്കിലും തക്കട തരികട പറഞ്ഞിട്ട് രക്ഷപ്പെടും. പക്ഷേ എല്ലാറ്റിനും ഒരു നിയോഗമുണ്ട് ദാസാന്ന് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഒരു സമയം ഇങ്ങനെ വരും. വിദ്യാർത്ഥികൾ വ്യത്യസ്ത കൃതികളും അവതരിപ്പിച്ചു. തുടർന്ന് സംഗീത കച്ചേരി, 60ഓളം വിദ്യാർത്ഥികളുടെ സംഗീതാരാധന, വയലിൻ ഫ്യൂഷൻ കച്ചേരി, ഗാനമേള എന്നിവയും നടന്നു. രാമ 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 ത്യാഗ, രാമ 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 ത്യാഗ, രാമ 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 ത്യാഗ, രാമ 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 ത്യാഗ, രാജഗൃ സദന. രാമ രാമ कृपया पालन
വൈകിട്ട് നടന്ന സമാപന സദസ്സിൽ ETK പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് E. നാരായണൻ അധ്യക്ഷനായി. ആശംസകൾ അർപ്പിച്ച് ചാലക്കര പുരുഷു, പ്രേംകുമാർ വടകര, ബിജു വടകര, സുരേഷ് വട്ടോളി, അർപ്പിത തുടങ്ങിയവർ സംസാരിച്ചു. പ്രേംകുമാർ കാവിൽ നന്ദി രേഖപ്പെടുത്തി. ഭാവഗായകൻ P. ജയചന്ദ്രനും P. ലീലയും U. ജയന്മാസ്റ്ററുടെ ഈണത്തിൽ പാടിയ 15ഓളം പാട്ടുകൾ വേദിയിൽ അവതരിപ്പിച്ചു. പൂരിണി താരണിയേ ജനനി 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 ജഗദാരിണി പൂരിണി താരണി ശ്രീ ഗണപതി